Good morning everyone. Second module last topic ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് parallel forces and couple. So let's go directly into the topic. Parallel forces and couple. Forces which lie on the same plane but do not meet at a point is called coplanar non-concurrent forces. അപ്പോൾ നമുക്കറിയാം കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ വരുന്ന ഫോഴ്സസ്. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാത്ത. കൺകറൻ്റ് ആണ് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. നോൺ കൺകറൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പോയിന്റ്സിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേ പ്ലെയിനിലാണ് പക്ഷേ ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണെങ്കിൽ അതിനെയാണ് കോപ്ലാനാർ നോൺ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. വെൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് സച്ച് ഫോഴ്സസ് ആർ പാരലൽ ടു ഈച്ച് അതർ ദേ ആർ കോൾഡ് പാരലൽ ഫോഴ്സസ്. അപ്പോൾ ഒരേ പ്ലെയിനിൽ തന്നെ വരുന്നു, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നില്ല, പക്ഷേ അവ തമ്മിൽ പാരലൽ ആണ് എങ്കിൽ ദേ ആർ കോൾഡ് പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ലൈക്ക് പാരലൽ, അൺലൈക്ക് പാരലൽ. നമ്മളിത് ആദ്യം ടൈപ്സ് ഓഫ് ഫോഴ്സസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ പാരലൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നോക്കിക്കേ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്, പാരലലും ആണ്. ഇതിനെയാണ് ലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇത് പാരലൽ ആണ് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതിനെയാണ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. Two parallel forces of equal magnitude and opposite direction produces a couple. അപ്പോൾ കപ്പിൾ എന്താണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് അൺലൈക്ക് പാരലൽ ഫോഴ്സ് ആണ്. ഇപ്പം ഈ രണ്ട് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എങ്കിൽ അതിനെ ആ ടൈപ്പ് ഫോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് കപ്പിൾ എന്ന് പറയുന്നത്. Two parallel forces of equal magnitude and opposite direction produces a couple. The resultant of these forces will always be zero and hence they cannot be replaced by a single force. ഇവിടെ നോക്കിക്കേ, ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുന്നത് നെറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ആണെങ്കിൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ടൻറ്റ് എത്രയായിരിക്കും? -f+f. അപ്പോൾ ഈ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരൊറ്റ ഫോഴ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ എപ്പോഴാണ് ഒറ്റ ഫോഴ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു നെറ്റ് റിസൾട്ടൻ്റ് വാല്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനും പകരം നമുക്ക് ആ റിസൾട്ടൻ്റ് വാല്യൂ മാത്രം വെച്ചിട്ട് ആ ഫോഴ്സസിനെ റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നെറ്റ് ഫോഴ്സ് സീറോ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. The resultant of these forces will always be zero and hence they cannot be replaced by a single force. Distance between two parallel forces consisting the couple is known as arm of the couple. അപ്പോൾ ഈ രണ്ട് അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ് കപ്പിൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആം ഓഫ് ദി കപ്പിൾ. Distance between two parallel forces constituting the couple is known as arm of the couple. The product of one of the forces with arm of the couple is known as moment of the couple. അപ്പോൾ ഈ കപ്പിളിൻ്റെ മൊമെൻ്റ് എത്രയാണ്? ഈ ഒരു ഫോഴ്സ്, രണ്ട് ഫോഴ്സിന് ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഇടയിലുള്ള ആ ആം ഡിസ്റ്റൻസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് മൊമെൻ്റ് ഓഫ് ദ കപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ കപ്പിൾ എന്ന് പറയുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കണം. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് മൊമെൻ്റ് ഓഫ് ദാറ്റ് കപ്പിൾ. The product of one of the forces with arm of the couple is known as moment of the couple. It is a special case of parallel forces which produces a rotating effect in a body. അപ്പോൾ ഈ പാരലൽ ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടൻ്റ് അല്ലെങ്കിൽ നെറ്റ് എഫക്റ്റ് സീറോ ആണ് ആ ബോഡിയിൽ. പക്ഷേ അതവിടെ ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആ ബോഡിയിൽ അത് കൊടുക്കും. അതിന് മുന്നോട്ടോ ബാക്കിലോട്ടോ അത് നീക്കത്തില്ല, അതിനൊരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ആ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. If the rotation produced by a couple is in the clockwise direction, it is known as clockwise couple. And if the rotation produced by the couple is in the anti-clockwise direction, then it is known as anti-clockwise couple. നമ്മൾ നേരത്തെ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇതും.
ഇവിടെ അതൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കപ്പിൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ ക്ലോക്ക് വൈസ് കപ്പിൾ, ഇഫ് ദ റൊട്ടേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കപ്പിൾ is in the clockwise direction, it is called a clockwise couple. And if the rotation produced by the couple is in the anti-clockwise direction, it is called anti-clockwise couple. മൊമെൻറ്റിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ നോക്കിക്കേ. ഇതാ ഈ രണ്ട് ഫോഴ്സും കൂടെ ചേർന്ന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ. ഇത് ഈ ഡയറക്ഷനിൽ പോകുന്നു, സോ ഇങ്ങനെ വരുന്നു. ഇത് ഈ ഡയറക്ഷനിൽ വരുന്നു, സോ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇങ്ങനെ വരുന്നു, ഈ ഡയറക്ഷനിൽ വരുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിളാണ്. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ഇവിടുത്തെ ആരോ ഹെഡ് മുകളിലേക്കും ഇവിടുത്തെ ആരോ ഹെഡ് താഴേക്കും ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് കപ്പിളായിരിക്കും. നമ്മൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുന്ന പോലെ തന്നെയാണ് കപ്പിളിൻ്റെ ഡയറക്ഷനും നോക്കുന്നത്. ഇതാ നോക്കിക്കേ, ഇതാ ഇവിടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് പോകുന്നു, കുറച്ചപ്പുറത്ത് ദൂരത്തേക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് കപ്പിളാണ് അല്ലേ. ഈ ഫോഴ്സ് ഇങ്ങനെ പോകുന്നു, മൊമെൻറ്റ് ഈ ഡയറക്ഷനിൽ വരും, താഴെയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫോഴ്സ് മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമിലർലി ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലും ഇവിടുത്തെ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ്. രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ്. എപ്പോഴും ഓർക്കുക, ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ മാത്രമേ ഒരു കപ്പിൾ എന്ന് നമ്മൾ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഈ കപ്പിളിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് വിളിക്കും. Now coming to the properties of a couple. Moment of a couple is equal to the product of one of the forces and arm of the couple. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. The tendency of a couple is to rotate the body about an axis perpendicular to the plane containing the two parallel forces. അപ്പോൾ കപ്പിളിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ആ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാൻ, അത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ കപ്പിളിൻ്റെ ടെൻഡൻസി. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? about an axis perpendicular to the plane containing the two parallel forces. ആ രണ്ട് പാരലൽ ഫോഴ്സസിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ടായിരിക്കും ആ റൊട്ടേഷൻ സംഭവിക്കുന്നത്. ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് ദ കപ്പിൾ സിസ്റ്റം ഇസ് സീറോ. എന്തുകൊണ്ടാണ്? കപ്പിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും. കപ്പിൾ ക്യാൻ ഓൺലി റൊട്ടേറ്റ് ദ ബോഡി ബട്ട് കനോട്ട് ട്രാൻസ്ലേറ്റ് ഇറ്റ്. അപ്പോൾ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മൊമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ബോഡിയിൽ ഉണ്ടാവുന്നത്, അല്ലാതെ ട്രാൻസ്ലേഷൻ, മുന്നോട്ടോ ബാക്കിലേക്കോ നീക്കുന്ന, മൂവ് ചെയ്യുന്ന എഫക്റ്റ് അല്ല. കപ്പിൾ കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ ഫോഴ്സ്, ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ഓൺലി വിത്ത് എ കപ്പിൾ. അപ്പോൾ ഒരു കപ്പിളിനെ ഒറ്റ ഫോഴ്സ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കപ്പിളിൻ്റെ നെറ്റ് എഫക്റ്റ് സീറോ ആയതുകൊണ്ട്. അപ്പോൾ ഒരു കപ്പിളിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മറ്റൊരു കപ്പിൾ വെച്ച് മാത്രമേ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. Two couples acting in one plane upon a rigid body whose moments are equal but opposite in sense balance each other. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ കാര്യം പറയാറുണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നെറ്റ് എഫക്റ്റ് സീറോ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഒരു ബോഡിയിൽ രണ്ട് കപ്പിൾ ആക്ട് ചെയ്യുന്നു, അത് രണ്ട് പെയർ, അതായത് 4 ഫോഴ്സ്. അപ്പോൾ രണ്ട് കപ്പിൾ ആക്ട് ചെയ്യുന്നു, ആ രണ്ട് കപ്പിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സ് ആണെങ്കിൽ അത് പരസ്പരം ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ ആ മൊമെൻറ്റ്സിൻ്റെ നെറ്റ് എഫക്റ്റും സീറോ ആയിരിക്കും. Now next topic, resolution of a force into a force and a couple. നമുക്ക് ഒരു ഫോഴ്സ് തന്നിട്ട് ആ ഫോഴ്സിനെ മാറ്റി വേറൊരു ഫോഴ്സും കപ്പിളുമായിട്ട് നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എക്സാമിന് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ. ഒരു ഫോഴ്സിനെ മറ്റൊരു ഫോഴ്സും ഒരു കപ്പിളും വെച്ച് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഫിഗർ വെച്ച് വളരെ സിമ്പിളാണ്. ഞാൻ ഈ ഫിഗർ വെച്ച് അങ്ങ് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സോ ഇവിടെ നോക്കിക്കേ, ഒരു ബോഡി, ആ ബോഡിയിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്, എയും ബിയും. ഇവിടെ എയിലാണ് ഒരു ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് എഫ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് ബിയിൽ ഉള്ള ഒരു ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഓക്കെ, എയിലുള്ള ഫോഴ്സിനെ ബിയിലുള്ള ഒരു ഫോഴ്സും കപ്പിളുമായിട്ട് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എയിൽ ഒരു ഫോഴ്സ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ബി എന്ന് പറയുന്ന ഫോഴ്സിൽ പോയിന്റിൽ എഫ് എന്ന് സെയിം മാഗ്നിറ്റ്യൂഡ്, ഈ എയിലുള്ള ഫോഴ്സിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡുള്ള 2 ഫോഴ്സസ്
ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ആക്ട് ചെയ്യുന്നതായിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തെന്ന് കരുതി നമുക്ക് ഈ ബോഡിയിൽ ഒരു നെറ്റ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ല അല്ലേ. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സസും പരസ്പരം ബാലൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ ബോഡിയിൽ നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് കൊടുത്തെന്ന് കരുതി അതിൻ്റെ നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എയിൽ ഓൾറെഡി ഫോഴ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് നമുക്ക് ഏത് പോയിന്റിലാണോ ഈ ഫോഴ്സിനെ മാറ്റി എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മൾ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. സോ ദാറ്റ് നെറ്റ് എഫക്റ്റ് ഈസ് സീറോ. ഓക്കെ, ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഈ മുകളിലേക്കുള്ള എഫ് അങ്ങനെ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരുന്നത്, ഇവിടെ ഒരു അപ്വേർഡ് എഫും ഇവിടെ ഒരു ഡൗൺവേർഡ് എഫും ആണ് അല്ലേ. അത് രണ്ടും കൂടെ ചേർന്ന് ഒരു കപ്പിളല്ലേ ഫോം ചെയ്യുന്നത്. ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും മൊമെൻറ്റിൻ്റെ, എഫ് ഇൻറ്റു ആം ഓഫ് ദ കപ്പിൾ ഇസ് ഡി. ആം എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ഫോഴ്സസ്. അപ്പോൾ ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത് ഡി ആണ്, മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഈ എഫിനെ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ ഈ എയിലെ അപ്വേർഡ് എഫും ബിയിലെ ഡൗൺവേർഡ് എഫും കൂടെ ചേർന്ന് അവിടെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് നെറ്റ് എഫക്റ്റ് ആയിട്ട് കാണിച്ചേ. അപ്പോൾ എയിൽ ആ ഫോഴ്സ് അങ്ങ് പോകും അല്ലേ. എന്തുകൊണ്ടാണ് പോകുന്നത്, കാരണം അത് ഇവിടെ ഈ കപ്പിളായിട്ട് ചേർന്ന് അതൊരു മൊമെൻ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയിൽ ഫോഴ്സ് ഇല്ല, ബിയിലെ അപ്വേർഡ് ഫോഴ്സ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഈ എയിലുള്ള അപ്വേർഡ് ഫോഴ്സും ബിയിലുള്ള ഡൗൺവേർഡ് ഫോഴ്സും കൂടെ ചേർന്ന് അവിടെ ഒരു മൊമെൻറ്റ് ഫോം ചെയ്തു. അപ്പോൾ നോക്കിക്കേ, എയിലുണ്ടായിരുന്ന ഫോഴ്സിനെ നമ്മൾ ബിയിലൊരു ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ തിയറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. A given force F applied to a body at any point A can be replaced by an equal force applied at another point B together with a couple which will be equivalent to the original force. അപ്പോൾ എയിലുണ്ടായിരുന്ന ഒരു ഫോഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം, അതവിടെ നിന്ന് മാറ്റണം. പകരം നമ്മൾ അവിടെ ഏത് പോയിന്റിലേക്ക് കൊണ്ടുവരണം, ബി എന്ന പോയിന്റിൽ ഒരു ഫോഴ്സും ഒരു കപ്പിളും വെച്ചിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൺസിഡർ ഫോഴ്സ് F acting on a body at a point A as shown in figure. This force is to be replaced at a point B which is at a distance D from A. എയിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഡി ഡിസ്റ്റൻസ് മാറിക്കിടക്കുന്ന ബി എന്ന പോയിന്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. എയിലെ ഫോഴ്സിനെ മാറ്റിയിട്ട് ബിയിലേക്ക് കൊണ്ടുവരണം. For this, introduce two equal and opposite forces of same magnitude F at the point B parallel to the force at A. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയിൽ ഈ എഫിൻ്റെ എയിലുള്ള ഫോഴ്സിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻസും ഉള്ള ഫോഴ്സസിനെ ബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് നെറ്റ് എഫക്റ്റ് വിൽ ബി സീറോ. This force system has same effect on the body compared to the case as the resultant force is zero. Consider the force F at A and the downward force F at B. Together we can assume this as a clockwise couple with moment F into D. അപ്പോൾ ഏതിനെയൊക്കെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ ഈ എയിലുള്ള അപ്വേർഡ് എഫും ബിയിലുള്ള ഡൗൺവേർഡ് എഫും, അത് രണ്ടും കൂടെ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ബിയിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്താണ്, എഫ് ഇൻറ്റു ഡി. ആസ് ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെങ്കിൽ മാത്രമേ നമുക്ക് കപ്പിളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ഒരു മൊമെൻറ്റ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റുള്ളൂ. Now remove the force F at A and downward force F at B and can be replaced with couple of moment M. അതാണ് ഈ ലാസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് അപ്വേർഡ് ഉണ്ട്, ഇവിടെ എഫ് ഡൗൺവേർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് ഈ എം വെച്ച് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എയിലും ബിയിലും ആ ഫോഴ്സസ് കാണിക്കേണ്ട കാര്യമില്ല. ആ എമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, എഫ് ഇൻറ്റു ഡി. Now remove the force F at A and downward force F at B and can be replaced with a couple of moment M. അപ്പോൾ ഒരു ഫോഴ്സിനെ, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ മറ്റൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും മൊമെൻറ്റുമായിട്ട് എങ്ങനെ
മാറ്റാം, റിസോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. The upward force F at B is still acting at B, that is the force system shown in all the three figures are equal. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ ഒരു ഫോഴ്സ് സിസ്റ്റവും ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെയും നെറ്റ് എഫക്റ്റ് ഓൺ ദ ബോഡി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഈ ഫോഴ്സ് ഇവിടെ എയിലായിരുന്നു ആക്ട് ചെയ്തത്. അത് ബിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എയിലുണ്ടാകുന്ന അതേ എഫക്റ്റ് വരണമെങ്കിൽ ഇവിടെ ഒരു മൊമെൻ്റ് കൂടെ വന്നാൽ മാത്രമേ സെയിം എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ 3 ഫോഴ്സ് സിസ്റ്റത്തിനും ഒരേ എഫക്റ്റാണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. Hence, a given force F can be replaced by an equal and parallel force at any other point of the body and a couple. അപ്പോൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ മറ്റൊരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കപ്പിളുമായിട്ട് ഈ രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്യാം. താങ്ക് യു.